സിനിമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടേത് മാത്രമല്ല, ഇത് വലിയ കൂട്ടായ്മയാണ്. ലോജിക്കൊക്കെ പിടിക്കാൻ പോയ ഭയങ്കര കുഴപ്പമാണ്. പക്ഷേ അതിന് ഈ കഥ എന്നിലേക്ക് എത്തിച്ചത് വിനീത് ശ്രീനിവാസനാണ്. കഥ എന്ന് പറയാൻ പറ്റില്ല, ഒരു സംഭവങ്ങളാണ്. ഈ സിനിമയിൽ ഒരു നായികയില്ല. ഞാൻ ധനജോട് പറഞ്ഞത്, എൻ്റെ പഴയ സിനിമയിൽ ഒരു സാധനം കൊണ്ടുവരില്ലേ, പുതിയതെന്തെങ്കിലും കാണിക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്നത്. മൊത്തത്തിൽ ചൂടായതുകൊണ്ട് ചൂടാർന്നില്ല. എൻ്റെ അടുത്തിരിക്കുന്ന ദിലീപ് സാർ തെറ്റെൻ്റെ ഭാഗത്താ, സോറി. ഇനി എല്ലാം ദിലീപേണ്ട സൈഡിൽ. സിനിമയിൽ അതിനേക്കാൾ ഉപരിട്ടൊരു സിനിമ കാണുമ്പോൾ തിയേറ്ററിൽ എത്രത്തോളം ആവേശം മലയാള സിനിമ പ്രേക്ഷകർക്ക് നൽകാൻ പറ്റുമോ അതിന്റെ മാക്സിമം കൊടുക്കാൻ ടീം അബോബിക്ക് സാധിച്ചു. ആ ഒരു ചിത്രം ഒരിക്കൽ കൂടി ഒരു ജനപ്രിയ ചിത്രമായിട്ട് മാറി എന്നുള്ളതിന്റെ ഒരു തെളിവൊരു കൈകളിലൂടെ കാണിച്ചേ കേട്ടെ. അപ്പൊ എന്തായാലും ഈ ഒരു ആഘോഷത്തിന്റെ സമയം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾ ഈ ഒരു സമയമുണ്ട്. എല്ലാവരിലേക്കും നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്, അവരുടെ വാക്കുകൾ കേൾക്കേണ്ടതുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം, ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ ആൻഡ് കൃഷ്ണമൂർത്തി നിർമ്മിച്ച ഫഹീം ആൻഡ് നൂറിൻ രണ്ടുപേരുടെയും രചനയിൽ നവാഗതനായിട്ടുള്ള ധനജയ് ശങ്കർ സംവിധാനം ചെയ്തിട്ടുള്ള ബബബ ഇന്ന് 8 ദിവസം കൊണ്ട് 50 കോടി ക്ലബും കഴിഞ്ഞ് നിറസദസ്സിൽ പോകുമ്പോ അത് നമുക്ക് കിട്ടുന്ന ഒരു ആവേശവും ആഘോഷവും അല്ലേ, അത് വാക്കുകൾക്ക് അപ്പുറമാണ്, വാക്കുകൾക്ക് അതീതമാണ് എന്നുള്ളത് പറയാതെ വയ്യ. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ ഈ ഒരു ആഘോഷ സമയത്ത് ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ഈ സമയം ക്ഷണിക്കുന്നത് നമ്മുടെ ഈ ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടറായിട്ടുള്ള ഡ്രീം ബിഗ് ഫിലിംസിന്റെ സാരഥി നമുക്കൊക്കെ പ്രിയപ്പെട്ട സുജിതേട്ടനെയാണ്. സോ ഏകദേശം 450-ലധികം സ്ക്രീനിൽ ഇന്ന് ഈ ചിത്രം ഏറ്റവും ആഘോഷപൂർവ്വം ഓടിക്കൊണ്ടുപോകുമ്പോൾ സുജിതേട്ടാ, എല്ലാവർക്കും അതിന് ഒരു ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേരാൻ സൗമനസ്യം കാണിച്ച എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും അതിന് തന്നെ നന്ദി. അതേപോലെ ഈ ഫംഗ്ഷനിലേക്കുള്ള സ്വാഗതം കൂടി പറഞ്ഞോളുന്നു. ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ നിർമ്മിച്ച് ഈ ചിത്രം ഡിസംബർ 18-നാണ് ലോകമാകെ റിലീസ് ചെയ്ത് അന്ന് ഡിസംബർ 18-ന് കേരളത്തിൽ രാവിലെ 8 മണി തൊട്ടാണ് ഷോ തുടങ്ങിയത്. വിദേശ രാജ്യങ്ങളിൽ ഈവനിങ് തൊട്ടാണ് അന്ന് ഷോ നടത്തിയത്. ആദ്യത്തെ ദിവസം കേരളത്തിലെ ബോക്സ് ഓഫീസിൽ ഏറ്റവും ഹയസ്റ്റ് ഡേ 1 കളക്ഷനുള്ള റെക്കോർഡ് നേടുന്ന രണ്ടാമത്തെ ചിത്രമായി നമ്മുടെ ബബ്ബ മാറി എന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഏകദേശം ആദ്യ ദിവസം 7 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമകളിൽ 2ാം സ്ഥാനമാണ്. ആദ്യത്തെ ദിനത്തിൽ 7 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന 2 മലയാള ചിത്രങ്ങളേ ഉള്ളൂ മലയാള സിനിമയിൽ കേരള ബോക്സ് ഓഫീസിൽ ഡേ 1-ൽ. അതിൽ രണ്ടാമത്തത് ബബ്ബയാണ്. അതേപോലെ ഡേ 1 വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 15 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു. ഇപ്പോൾ ചിത്രം ക്രിസ്മസ് കഴിഞ്ഞ് 2ാം വാരം പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്, 2ാം വാരത്തിലൂടെ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ തന്നെ ഫാസ്റ്റസ്റ്റ് 50 കോടി ക്ലബിലേക്ക് എത്തുന്ന ചിത്രങ്ങളിൽ ആദ്യത്തെ 10 എണ്ണത്തിൽ ഇടം നേടുവാൻ ബബ്ബ പോവുകയാണ്. 50 കോടി ക്ലബിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ. അതുപോലെ തന്നെ ചിത്രത്തിന് ഇപ്പോൾ നിറഞ്ഞ സദസ്സിൽ 2ാം വാരത്തിലും 200-ലധികം തിയേറ്ററിൽ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ എല്ലായിടത്തും നല്ല റെസ്പോൺസാണ് വരുന്നത്. അപ്പോൾ ചിത്രത്തിൻ്റെ ഈ ഒരു സക്സസ്സിന് നിങ്ങളെവരുടെയും മീഡിയ ഭാഗത്ത് നിന്ന് കിട്ടിയ സപ്പോർട്ടിന് ഒരു നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ മറ്റു താരങ്ങളും അണിയറക്കാരും പറയുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ആദ്യ ചിത്രത്തിൽ തന്നെ ഹിറ്റടിക്കുക എന്ന അപൂർവ നേട്ടത്തിന് അല്ലെ നവാഗതരിൽ പുതിയ മുഖം എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഒരു ചിത്രത്തോളം താരങ്ങളെ ഒരുമിച്ച് ഒരു സ്ക്രീനിൽ കൊണ്ടുവരുമ്പോൾ കിട്ടുന്നൊരു ആവേശമുണ്ട്. ആ സംവിധാന മികവിൽ ഒട്ടും കുറവ് വരുത്താതെ ഒരു പക്ഷേ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ മലയാളികൾക്ക് നൽകി ഏറ്റവും മികച്ച വിരുന്നിലെ പുറകിലെ ആ സംവിധായക മികവ്. ദ ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ് മിസ്റ്റർ. താങ്ക് യു. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ. സിനിമ തിയേറ്ററിൽ ആളുകൾ ഡാൻസ് കളിച്ച് പാട്ട് പാടി കാണുന്നു എന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നല്ല റെസ്പോൺസാണ് എല്ലാ സ്ഥലത്തും വരുന്നത്. നല്ലതും ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം നമ്മൾ അറിയുന്നുണ്ട്. എന്തായാലും സിനിമ ഈ പറഞ്ഞ പോലെ സുഹിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള റെക്കോർഡുകൾ കിട്ടുന്നതിൽ ഭയങ്കര സന്തോഷം. അത് ആദ്യത്തെ സിനിമയിൽ തന്നെ ആയതിൽ അത് ഭയങ്കര വലിയൊരു സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. അതുപോലെ ദിലീപേട്ടനെയും ലാലേട്ടനെയും വിനീതേട്ടനെയും ധ്യാനേട്ടനെയൊക്കെ വെച്ചിട്ട് സിനിമ ചെയ്യാൻ പറ്റിയാൽ അത് വലിയൊരു ഭാഗ്യമായിട്ടും അത് എന്താ പറയുക, നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലമായിട്ടും ഞാൻ കാണുന്നു. താങ്ക് യു.
തീർച്ചയായിട്ടും ഒരുപക്ഷെ ദിലീപേട്ടനെ അല്ലെ 2 കാലഘട്ടത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് ഭയങ്കരമായിട്ടൊരു ഫേസ് സിമിലാരിറ്റീസ് നമ്മൾ കാണുന്നുണ്ട്. ഭയങ്കര സിമിലൻസ് ആയിട്ട് പക്ക ഒരു കാസ്റ്റിംഗ് നമ്മൾ കണ്ടു. ആൻഡ് സദ്യ ചെറുപ്പകാലഘട്ടം ഏറ്റവും ഭംഗിയായിട്ട് സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയാണ്. സോ യെസ്, എനിക്ക് ഇത്രയും വലിയ കിട്ടിയൊരു ചാൻസ് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു. പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു സൗണ്ട് കുറവായിട്ടാണ് ചിരിക്കുന്നത്. ഇത്ര വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷം. എന്നെ ഇതിലേക്ക് വിളിച്ച DJക്കും എല്ലാവർക്കും നന്ദി, സന്തോഷം. വാക്കുകൾ വളരെ ചുരുക്കിയിട്ടുണ്ട് അല്ലെ. 20 ചോദ്യങ്ങൾക്കുള്ള മറുപടി കേട്ട് എന്തായാലും ശിവരുണ്ടായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ വരുന്ന സിനിമാ പ്രൊമോഷനുകളോടൊക്കെ ഈ സാന്നിധ്യമില്ലാതെ നമുക്ക് പൂർണ്ണമാവില്ല. നമുക്ക് പക്ഷേ 2025 രണ്ടാം പകുതിയിൽ എടുത്ത് നോക്കുമ്പോൾ ഇദ്ദേഹം ഇല്ലാതെ അല്ലെ വളരെ അപൂർവമായിട്ടുള്ള സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ജിംചേട്ടൻ നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ അത് ഹിറ്റടിക്കും എന്നുള്ളൊരു തരത്തിലോട്ട് വരെ മാറിയിരിക്കുന്നു. അപ്പോൾ ഏറ്റവും സ്നേഹപൂർവ്വം ബമ്പുവേയും ഒരു മികച്ച വേഷമായിട്ട് ജീവിതത്തിലും സിനിമയിലും മികച്ച പോലീസ് വേഷങ്ങളിലൂടെ ജിംചേട്ടൻ സാന്നിധ്യം വഹിക്കുന്നുണ്ട്. സോ പ്ലീസ്. ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. വർഷത്തിൻ്റെ അവസാനവും നല്ലൊരു വിജയത്തിൻ്റെ ഭാഗമായിട്ട് ദിലീപേട്ടനോടും ഈ ഒരു ടീമിനോടൊപ്പം ഈ വർഷം കഴിയുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ട്. എല്ലാ സപ്പോർട്ടും നൽകിയ നിങ്ങളെല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഒരു 30 സെക്കൻഡ്സ് തീർന്നു അഭിലാഷ എന്നുള്ള മന്മരം വീണിരിക്കുന്നു. ഇനി മധു ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്നുള്ള തരത്തിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു ഹിറ്റ് പടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ഗോകുലം മൂവീസിൻ്റെ ഞാൻ അഭിനയിക്കുന്ന 2ാമത്തെ പടമാണ്. 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമയിൽ ആണ് ഇതിനു മുൻപ് ഞാൻ അഭിനയിച്ചത്, ഗോകുലം മൂവീസിൻ്റെ. അപ്പോൾ ഇതിൽ എന്നെ വിളിച്ചത് കൃഷ്ണമൂർത്തി സാറാണ്. അപ്പോൾ ഈ അവസരത്തിൽ അദ്ദേഹത്തിനും ധനഞ്ജയനും ഒക്കെ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഒരു മൾട്ടി സ്റ്റാർ സിനിമയിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പോൾ പുതിയ ഇനി വരുന്ന വർഷം ഒരു നല്ല തുടക്കമായി മാറിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഒരു പക്ഷേ ഈ ഒരു സ്റ്റേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു തലമുറകളുടെ നായകൻ എന്നുള്ള രീതിയിൽ ബിഗ് സ്ക്രീനിൽ നമ്മൾ ലാലേട്ടൻ നമ്മൾ കണ്ടു റിയലോചിയായിട്ട്. പക്ഷെ ഒരുപക്ഷെ ഈ ഒരു കാലഘട്ടത്തിലും ഒരു ജെൻസി ആയിട്ട് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ വേഷപ്പകർച്ചയോടെ നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമുണ്ട് അല്ലെ? ആരാണ്? യെസ്, ഒരുപക്ഷെ ഇത്രയധികം സിനിമകളിലൂടെ ഈ കാലത്തിനനുസരിച്ച് കോലം മാറാന്ന് കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ സിനിമയ്ക്കൊപ്പം തന്നെ വേഷവിധാനത്തിലും അപ്ഡേറ്റ്സിലൂടെ നമ്മളൊക്കെ യൂത്തിനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ബെസ്റ്റ് കോമ്പറ്റീറ്റർ റിയാസ് ഖാൻ. സോ റിയാസ് ഖാൻ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. പ്രസ് മീഡിയ, താങ്ക്സ് ടു പ്രസ് ആൻഡ് മീഡിയ. നിങ്ങൾ ഈ സിനിമ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ദ ഡയറക്ടർ ധനഞ്ജയൻ സർ ആൻഡ് ഗോകുലം മൂവീസ്, ഗോകുലം ഗോപാലൻ സർ. താങ്ക്സ് ടു ദ എൻറ്റയർ ടീം, ടെക്നീഷ്യൻസ്. താങ്കിങ് എല്ലാവരെയും താങ്ക് ചെയ്യുന്നു. പാത്രം കഴിയുന്ന സ്ത്രീ മുതൽ നമുക്ക് തുണി അലക്കി തരുന്ന ആൾക്കാർ വരെ ടു ദ ബോട്ടം ലെവൽ. ബോട്ടം ലെവൽ എന്ന് പറയുന്നില്ല, അതിൻ്റെ അർത്ഥം എല്ലാവരെയും അത്രയും എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ താങ്ക്സ് ടു എവരിബഡി. ഇതെല്ലാം ഇല്ലാതെ ഇതൊന്നും ഇല്ല, ഇത്രയും വലിയ വിക്ടറി ഇല്ല. എനിക്കൊരു സ്പെഷ്യൽ മൂമെൻ്റ് ആണ്. ബിക്കോസ് ചെന്നൈയിൽ ട്രസ്പൂർ എന്നൊരു സ്ഥലമുണ്ട് കോടമ്പാക്കത്തിൽ. അതൊരു ഗ്രൗണ്ടാണ്. അതിന് ചുറ്റിപ്പറ്റി കുറേ വീടുകളുണ്ട്. ഇന്ന് അവിടെ ആ ഭാഗത്ത് താമസിച്ചവരൊക്കെ ഒന്ന് പുനീത് രാജായിരുന്നു, ഒന്ന് ശിവരാജ് കുമാറായിരുന്നു. അങ്ങനെ ഗോകുലം ഗോപാലൻ സാറിൻ്റെ വീട് ഈ ട്രസ്പുരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഞങ്ങളവിടെ ക്രിക്കറ്റ് കളിക്കും. ഈ ബോൾ അടിച്ച് സാറിൻ്റെ വീട്ടിലേക്ക് പോകും. ഞാനാണ് അപ്പോൾ ഈ ബോൾ എടുത്തിട്ട് വരുന്നത്. അപ്പോൾ 10 പ്രാവശ്യം ബോൾ തരില്ല എടുത്ത് വയ്ക്കും. സാറിനൊന്നും ഓർമ്മയില്ല, പക്ഷെ ഇതൊക്കെ ജീവിതത്തിൽ നടന്നതാണ്. ഇന്ന് ആ സാറിൻ്റെ പടത്തിൽ, അവരുടെ മൂവീസിൽ ഞാൻ അഭിനയിക്കുന്നു. സോ ഇതൊക്കെ ബിഗ് മൂമെൻറ്റ് ഇൻ മൈ ലൈഫ്. ഷാനയുടെ ഞാൻ ശമ്പളം വാങ്ങുന്നു. സോ ഭയങ്കര ഹാപ്പിയാണ് ഈ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തതും ഈ ടീമിനായിട്ട് ഞാൻ യാത്ര ചെയ്തതും. പിന്നെ ഏറ്റവും വലിയ സന്തോഷം, ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്ന എൻ്റെ സുഹൃത്താണോ ബ്രദറാണോ അവരറിയില്ല, ഈ റിലേഷൻ എന്താണെന്ന്. കുറേ പടം ദിലീപേട്ടൻ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സോ എപ്പോഴും ഞാൻ ദിലീപേട്ടനോട് അഭിനയിക്കുമ്പോൾ അതൊരു സക്സസ് പടമായിട്ടേ ഉള്ളൂ. സോ ഇതും ഒരു വലിയ സക്സസ് ആണ്. സോ വളരെ സന്തോഷം. ചില വാക്കുകൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അത്ര ഒരു സന്തോഷമുള്ള
ഒരു മൊമെൻ്റ് ആണെന്നൊരു ദിവസമാണ്. സോ താങ്ക് യു എവറിബഡി, എല്ലാവരും, all the co-artists, all my colleagues, thank you so much and lots of love. Merry Christmas and Happy New Year. താങ്ക് യു സോ മച്ച്. ആൻഡ് തീർച്ചയായിട്ടും ഇനി എല്ലാ കണ്ണുകളും കാതുകളും ഒരാളിലേക്ക്, ഒരുപക്ഷെ മലയാള സിനിമയിൽ, ഒരുപക്ഷെ മലയാളിയുടെ ഏതൊരു സന്തോഷത്തിലും സിനിമയിലെ വേഷപകർച്ച കൊണ്ട് ആഘോഷമാക്കി മാറ്റിയ ഒരാൾ, മീശമാധവനായും കല്യാണരാമനായും വാളയാർ പരമശിവമായാലും ഒക്കെ ഇനി എത്രയൊക്കെ കഴിഞ്ഞാലും, ബൊബ സിനിമയിൽ വിനീതേട്ടൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ഇത് പുതിയ പിള്ളേരുടെ കാലഘട്ടമാണെന്നുള്ളത്. ഇനി എത്രയൊക്കെ പിള്ളേർ വന്നാൽ പോലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് കൂട്ടിയുറപ്പിച്ചുകൊണ്ട് മലയാളി മനസ്സിലെ ആഘോഷങ്ങളുടെ സന്തോഷങ്ങളുടെ ഓരോ ജനപ്രിയ നായകൻ ദിലീപേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശരിക്കും പ്രസ് മീറ്റ് വളരെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ശരിക്കും കഴിഞ്ഞ 2-3-4 ദിവസങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്തതാണ്. അപ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും മലയാള സിനിമയുടെ അഭിമാനമായിരുന്ന നമ്മുടെ ശ്രീനേട്ടൻ നമ്മളെയൊക്കെ വിട്ടുപോയത്. അപ്പം അതുകൊണ്ടാണ് പിന്നെ കുറച്ച് വൈകി. അങ്ങനെയാണ് ഇന്നാണെങ്കിലും നിങ്ങളൊക്കെ ആയിട്ട് നേരിട്ട് സംസാരിക്കാം എന്നുള്ള തീരുമാനത്തിലെത്തിയത്. അതുകൊണ്ട് ഈ സിനിമയിൽ അഭിനയിച്ച ഒരുപാട് പേര് ഇന്നിവിടെ വന്നിട്ടില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ധ്യാൻ ശ്രീനിവാസൻ. ധ്യാന് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഗംഭീരമായിട്ടൊരു പ്രസ് മീറ്റ് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷെ ധ്യാനും വിനീതിനൊന്നും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇന്ന് നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് 2020 പടം കഴിഞ്ഞിട്ട് ഓരോ സീനിലും പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന വേറൊരു സിനിമയുടെ ഒരു രൂപമാണ് ബബ്ബ അതിലൂടെ നമ്മൾ കണ്ടത്. അതിൻ്റെ കഥ ഫാഹിനും നൂറും എന്ന് പറഞ്ഞപ്പോൾ ഇത് വേറൊരു ജോണറിൽ സംഭവിക്കുന്നൊരു സിനിമ. ഇത് സിനിമ എന്നല്ല, ഒരു എന്താ പറയുക, തിയേറ്ററിൽ ഹരമുണ്ടാക്കുന്ന ഒരു ഫാൻ മെയ്ഡ് മൂവി. ഒരു ലോജിക്കും ഇതിനകത്തില്ല. അത് നമ്മൾ ആദ്യമേ തന്നെ കഥ കേട്ടപ്പോൾ തന്നെ പറഞ്ഞു, ഇതിൽ ലോജിക്കൊക്കെ പിടിക്കാൻ പോയ ഭയങ്കര കുഴപ്പമാണ്, ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ തന്നെ നമ്മൾ നോ ലോജിക് എന്നുള്ളത് പറഞ്ഞത്. ലാലേട്ടൻ തന്നെ ഇതിനു മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, സിനിമയെ കീറിമുറിക്കുന്ന രീതിയിൽ, ആ സിനിമയെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിലുള്ള ആളുകൾ ഈ സിനിമ കാണാൻ വന്നാൽ അവർക്ക് ദഹിക്കില്ല, അങ്ങനെയുള്ള ഒരു സിനിമ കാണണ്ട എന്നുള്ള രീതിയിൽ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു അവകാശവാദങ്ങളൊന്നും ഇല്ലാതെ തിയേറ്ററിൽ ആഘോഷമാക്കുക. നമ്മൾ ധനജയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങളൊക്കെ നിങ്ങളുടെ സിനിമകൾ കണ്ടിട്ട് നമ്മൾ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വീണ്ടും ചെയ്തു തരണം. അതെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് ലാലേട്ടനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആ കാൽക്കുലേഷൻ കറക്റ്റായിരുന്നു. കാരണം തിയേറ്ററിലൊക്കെ നമ്മൾ അതിൻ്റെ ഒരു ആവേശം, ആ സന്തോഷമൊക്കെ നമ്മൾ കണ്ടാണ്. ഒരു വലിയ ഗ്രാൻഡിയറിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ ടീച്ചർ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യരിലും ഒരു ഭ്രാന്തനുണ്ട് എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതം ശരിക്കും പറഞ്ഞ ഒരു നൂലുമേൽ ഉള്ളതാണ്. അങ്ങോട്ട് പോയാൽ ഭ്രാന്ത്, ഇങ്ങോട്ട് വന്നാൽ നോർമൽ എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വെൽക്കം ടു ദ വേൾഡ് ഓഫ് മാഡ്നസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സിനിമ തുടങ്ങിയിരിക്കുന്നത്. ഈ സിനിമ ആഘോഷിക്കാനുള്ള സിനിമയാണ്. എനിക്ക് തോന്നുന്നു 8-10 വർഷങ്ങൾക്കിടയിൽ തിയേറ്ററിൽ പ്രേക്ഷകരും അല്ലെ സ്ക്രീനിൽ കാണുന്ന താരങ്ങളും തമ്മിൽ വെച്ചാൽ പ്രേക്ഷകർ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ അതിലെ ഓരോ ആൾക്കാർ വരികയും അവർ പറയുന്ന തമാശകളോ അല്ലെങ്കിൽ കാര്യം പറഞ്ഞാൽ ഒക്കെ ഇവരും അതിൻ്റെ പാർട്ടാവുക. സ്ക്രീനിൽ ഡാൻസ് നടക്കുന്ന സമയത്ത് തിയേറ്ററിൽ യങ്സ്റ്റേഴ്സ് എല്ലാവരും ഇറങ്ങി നിന്ന് ആ ഡാൻസ് കളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കാലമായിട്ട് നമ്മുടെ മലയാള സിനിമാ ചരിത്രത്തിൽ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ മറഞ്ഞു തുടങ്ങിയിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ആ ആവേശം ശരിക്കും നമ്മൾ തിയേറ്ററിൽ ഭയങ്കര ഒരു എന്താ പറയുക, ആഘോഷം, ഒരു ഉത്സവം നടക്കുന്ന പോലെയുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുക. ഇപ്പം ഞാൻ പല തിയേറ്ററിലും തിയേറ്റർ വിസിറ്റ് പോലെ
ഒന്ന് പോവുകയുണ്ടായി. അപ്പോഴേക്ക് പലരും വന്ന് പറഞ്ഞു ഞങ്ങൾ എത്ര കാലമായി എന്നറിയാം ഇതുപോലെ സിനിമ രസിച്ചിട്ട്. അപ്പം അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുകയും അതിന് ചുക്കാൻ പിടിച്ച് അല്ലെങ്കിൽ അതിന് വേണ്ടി ആ സിനിമ നിർമ്മിക്കാൻ തയ്യാറായ ഗോപാലേട്ടനെയും, ഗോകുലം മൂവീസിൻ്റെ ഗോപാലേട്ടനെയും, കൃഷ്ണമൂർത്തിയെയും, മറ്റുള്ള ബൈജു ഭായ്, ഗോപാലേട്ടൻ്റെ മകൻ, അതുപോലെ പ്രവീൺ, ഇവരെയൊക്കെ ഈ സമയത്ത് നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായത് അവരുള്ളത് കൊണ്ടാണ്, ഇത്രയും വലിയ ക്യാൻവാസിൽ. അതുപോലെ തന്നെ ധനജയ്ക്ക് ഇത്രയും താരങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് സിനിമ ഉണ്ടാക്കാൻ പറ്റിയതും ഈ ഒരു ബാനറിന്റെ കീഴിലുള്ളത് കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതൊരു ക്യാമിയോ ചെയ്യുന്ന SJ സൂര്യ സർ. അപ്പം അവരുമൊക്കെ ഒരു ഗംഭീര സിനിമയുടെ ഭാഗമാവുക, ഒരു എന്റർടൈനർ, അല്ലാതെ നമ്മൾ മഹത്തരമായിട്ടൊന്നുമല്ല. ഈ ക്രിസ്മസ് കാലം ഒരു ഉത്സവമാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സിനിമ പ്രവർത്തകർ ചിന്തിച്ചിട്ടുള്ളത്. അപ്പം ആ ആഘോഷം ഇപ്പം നമ്മൾ ആദ്യമേ തന്നെ അങ്ങനെ ചിന്ത ഉണ്ടായിരുന്നു. കാരണം ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നത് സിനിമയ്ക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ വന്നപ്പോൾ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രസ്സുമായിട്ട് സംസാരിക്കാം. കാരണം നിങ്ങൾ സിനിമ കണ്ട ആൾക്കാരാണ്, സിനിമ കണ്ടതിന് ശേഷമാണ് നമ്മളായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളിത് മറച്ചു വെച്ചിട്ടൊന്നുമല്ല സംസാരിക്കുന്നത്, നേരെ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കൂടിക്കാഴ്ച നമ്മളിപ്പോൾ നടത്തിയിരിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള യാത്രയിലും നമ്മൾക്ക് ഈ സിനിമ വലിയൊരു രീതിയിൽ, എനിക്ക് തോന്നുന്നത് ഞാൻ അഭിനയിച്ച ഒരു സിനിമ, ഇതിപ്പോൾ എൻ്റെ സിനിമ മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ധനജയുടെ ആദ്യത്തെ സിനിമയാണ്. ഫാഹിനും നൂറും ചെയ്യുന്ന അവരെഴുതിയ ആദ്യത്തെ സിനിമയാണ്. അതുപോലെ ഈ സിനിമ കൊണ്ട് ഇതിൽ ലാലേട്ടനുണ്ട്, SJ സൂര്യയുണ്ട്, അശോകേട്ടനുണ്ട്, ബാലു വർഗീസ് ഉണ്ട്, വിനീത് ഉണ്ട്, ധ്യാനുണ്ട്, ദേവേട്ടനുണ്ട്, സാൻഡി മാസ്റ്റർ ഉണ്ട്. അങ്ങനെ തുടങ്ങുന്ന ഒരു വലിയ നീണ്ട നിര തന്നെയാണ് സിനിമയുടെ. ശരണി ചേച്ചി തുടങ്ങിയ ഒരുപാട് ആൾക്കാർ നിങ്ങളെല്ലാം കണ്ടതാണ്. അപ്പം അവർക്ക് ഇപ്പോൾ അതുപോലെ എടുത്തു പറയേണ്ട ഒരാൾ ബൈജു സന്തോഷ്. ബൈജുവായി ഇതിൽ വല്ല പ്രധാനപ്പെട്ട വേഷം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ ഈ സിനിമ ഷൂട്ടിങ്ങിന് ആൾക്കാരെ കൊണ്ടുവരുന്നേക്കാളും വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെച്ചാൽ ഒരു ഇൻ്റർവ്യൂവിൻ്റെ മുമ്പിലേക്ക് എല്ലാവരും ഒത്തു കിട്ടുക എന്ന് പറയുന്നത്. പലരും ഷൂട്ടിങ്ങിലും ഒക്കെയാണ്. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് കഴിഞ്ഞു പോയി. അപ്പം അതുകൊണ്ടൊക്കെ നമ്മളെന്താ പറയുക, നിങ്ങളുടെ സപ്പോർട്ടുകൾ വളരെ ആഗ്രഹിക്കണം. മുന്നോട്ടും ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്ത് ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ നമുക്ക് അടിച്ചു പൊളിക്കാൻ ആവട്ടെ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രസ് മീറ്റ്. താങ്ക് യു. ദിലീപേട്ട നമസ്കാരം. പപ്പ കണ്ടു ഗംഭീരമായിട്ടൊരു എന്താ പറയുക, ഒരു ആഘോഷിക്കാൻ പറ്റുന്ന, തിയേറ്ററിൽ നിന്ന് തുള്ളാൻ പറ്റുന്ന ഒരുപാട് സിനിമകൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടായ ഒരുപാട് നല്ല സിനിമയായിരുന്നു. അത് തന്നതിനെ താങ്ക് യു. തിരിച്ച് നിങ്ങളോട്, കാരണം നിങ്ങളിപ്പോൾ പറഞ്ഞ വേർഡ്സ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. കാരണം നിങ്ങളാണ് ഈ പറയുന്ന നമ്മൾ ജനങ്ങളായിട്ടുള്ളതിൻ്റെയും നമ്മൾ ഇപ്പോഴത്തെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ഒരു പാലമാണ് നിങ്ങൾ കറക്റ്റായിട്ട് അത് എത്തിച്ചു കഴിഞ്ഞാൽ സിനിമയ്ക്ക്. സിനിമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടേത് മാത്രമല്ല, ഇത് വലിയ കൂട്ടായ്മയാണ്. അതുപോലെ ഒരുപാട് കുടുംബങ്ങൾക്ക് വരെ ഗുണം ചെയ്യുന്ന, ഒരുപാട് കുടുംബാംഗങ്ങൾക്ക് ജോലി നൽകുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. അപ്പം അതുകൊണ്ട് ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് അത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഗുണകരമാകാവുന്ന കാര്യങ്ങളാണ്. എനിവേ താങ്ക്സ്. അതുപോലെ ദിലീപേട്ട, ഒരു ആക്ടറിനെ സംബന്ധിച്ച് പറഞ്ഞ പോലെ പ്രേക്ഷകർ നൽകുന്ന കയ്യടിയായിരിക്കും, അല്ലെങ്കിൽ അവർ തരുന്ന ഒരു മൊമെന്റ് ആയിരിക്കും ഏറ്റവും വലിയൊരു റെക്കഗ്നൈസ്. അപ്പം ഇത്രയും സ്ട്രഗിളിങ് കഴിഞ്ഞ് ഞാൻ അന്ന് തിയേറ്റർ വൈസ് കവിതയെ വന്നപ്പോൾ കണ്ടായിരുന്നു. ആ സ്റ്റേജിൽ കയറിയപ്പോൾ ദിലീപേട്ടനെ കണ്ണു നിറങ്ങിയൊരു നിമിഷം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഒരു കലാകാരന് കിട്ടിയ ഒരു അംഗീകാരം ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് ഫീൽ ചെയ്തു. ആ വീഡിയോ കാണുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു പ്രേക്ഷകൻ അത്രയും ഒരു ഫൈറ്റിംഗ് ഒക്കെ കിട്ടുന്ന ഒരു ആരവമുണ്ടല്ലോ, ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു അംഗീകാരമാണത്. ആ ഒരു മൊമെന്റ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അല്ല, ഒരു കലാകാരൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ പ്രേക്ഷകനെ സംബന്ധിച്ച് അവർ അടിക്കുന്ന രണ്ട് കൈ കൂട്ടിയടിക്കുന്ന ഒരു ശബ്ദമുണ്ടല്ലോ, അത് ഞങ്ങൾക്കുള്ള എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരമല്ല. അവരുടെ ആ സ്നേഹം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏകദേശം 10-30 വർഷമായിട്ട് ഈ കയ്യടി കൊണ്ട് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഏത് സമയത്തും എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന പ്രേക്ഷകർ. കാരണം അവരില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ. നമ്മൾ ആരുടെ മുമ്പിൽ ആടി തിമിർക്കാനാണ്. പിന്നെ ഈ പറയുന്നവരെ ഒരു വലിയ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് ഒരുപാട് പേരുടെ കൂട്ടായ്മയാണ്. എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ,
അതുപോലെ എൻ്റെ ഡയറക്ടർ, ഇപ്പോൾ ഈ ഡയറക്ടറെ സംബന്ധിച്ച് ഒരു ധനഞ്ജയ് ഒരു ആദ്യമായിട്ടൊരു സിനിമ ചെയ്ത പോലെയല്ല. ഒരു പുതിയ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകളെ കിട്ടുമ്പോൾ തന്നെ പതറിപ്പോകും. പക്ഷേ അതിന് ഈ കഥ എന്നിലേക്ക് എത്തിച്ചത് വിനീത് ശ്രീനിവാസനാണ്. വിനീതാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, ദിലീപേട്ട ഒരു കഥയുണ്ടെന്ന് കേട്ടു നോക്കൂ. കഥ എന്ന് പറയാൻ പറ്റില്ല, ഒരു സംഭവങ്ങളാണ്, അതൊന്ന് കേട്ടു നോക്കൂ, എന്നിട്ട് നമുക്കതെങ്ങനെയാണെന്ന് ആലോചിക്കാം. നമുക്കൊരു ഭ്രാന്തം പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഈ കാര്യം ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയത്. സിനിമ ഈ കഥ കേട്ട് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്, നമ്മളിതൊരു ഭ്രാന്തൻ പോക്കാണ്, ഇതിൻ്റെ ഫെയ്റ്റും നമുക്ക് അറിഞ്ഞുകൂടാ എന്നൊരു രീതിയിലാണ്. കാരച്ചട്ടിയിൽ ഒരുപാട് അതിൽ ധനഞ്ജയുടെ ഇത് തന്നെയായിരുന്നു ഞാൻ ഇൻ്റർവൽ സീക്വൻസിൽ പാട്ടിടുന്ന വിഷയം. മിസ്റ്റർ ബട്ട്ലറുടെ പാട്ടിടുമ്പോൾ അപ്പം ഞാൻ ധനഞ്ജയ് ഇത് നമ്മൾ ഏത് റിയാലിറ്റി ഷോയ്ക്ക് ചെല്ലുമ്പോഴും ഈ പാട്ടിടുന്നുണ്ട്. അപ്പോൾ അത് ജനങ്ങൾക്ക് എത്രത്തോളം സിനിമയിൽ വരുമ്പോൾ എന്നുള്ള രീതിയിൽ പറഞ്ഞില്ല ഏട്ടാ അത് കറക്റ്റ് ആവും. അങ്ങനെ നമ്മൾ 2 പാട്ടും കൂടി എല്ലാവർക്കും ഇഷ്ടമുള്ള 2 പാട്ട്, കാരണം ആ പാട്ട് എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്ന ഒരു ഐറ്റം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പാട്ട് മാറ്റി കഴിച്ച്, പക്ഷെ അതൊക്കെ ഗംഭീരമായിട്ട് തിയേറ്ററിൽ വർക്കൗട്ടായി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതിപ്പോൾ ഇതിങ്ങനെ ഒരു സിനിമ, ഈ സിനിമയിൽ മാത്രമേ ഇമ്മാതിരി പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ധനഞ്ജയ്ക്കാണ് ഏറ്റവും ടെൻഷൻ, ധനഞ്ജയിൻ്റെ അടുത്ത സിനിമ എന്തായിരിക്കും എന്നുള്ളതാണ്. ഈ സിനിമ ഇപ്പോൾ നമ്മൾ ലാലേട്ടനെ ഏറ്റവും കൂടുതൽ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചു അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വേറെ കുറച്ച് സിനിമയിലെ ചിന്തകളൊക്കെ ചിലപ്പോൾ അതിൽ വന്നിട്ടുണ്ടാകും. അതുപോലെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഓരോ സെക്കൻഡിലും പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്നു. ഈ സിനിമയ്ക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായി, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ ഗംഭീരമായിട്ട് വർക്കൗട്ടായി. ഈ സിനിമയിൽ ഒരു നായികയില്ല, പക്ഷെ ഇവര് എനിക്ക് ലാസ്റ്റ് ഒരു നായിക തരാന്ന് പറഞ്ഞു, അതൊന്നും തന്നില്ല. പിന്നെ അപ്പൊ ട്രെയിലറിലേക്ക് വേറെ തരത്തില്ല. എന്തായാലും എനിവേ നമ്മളെ സംബന്ധിച്ച് ഈ പറയണ 10 ദിവസം, ഇപ്പം നമ്മുടെയൊക്കെ സിനിമകൾ വന്ന 10 ദിവസം കൊണ്ട് വരുന്ന കളക്ഷൻ 3 ദിവസം കൊണ്ട് വന്ന് കയറുക എന്ന് പറഞ്ഞ പോലെ അത്രയും അധികം ആളുകൾ ഇത്രയും വൈഡ് റിലീസ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അഭിനയിച്ചാൽ ഏറ്റവും കൂടുതൽ റിലീസ് സംഭവിച്ച ഒരു സിനിമയാണത്. 400-500 എത്ര സെൻറ്റേഴ്സിൽ, 450 എത്ര സെൻറ്റേഴ്സിലുണ്ടായിരുന്നു ഞാൻ. പക്ഷെ അതിനൊക്കെ ഇങ്ങനെ അത്രയൊക്കെ ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുള്ളൊരിതാണ്. ഒരിക്കലും ജനങ്ങൾ മറക്കത്തില്ല, നല്ലൊരു കലാകാരൻ ഒരിക്കലും ജനങ്ങൾ മറക്കത്തില്ല എന്നുള്ള അംഗീകാരം കൂടിയാണല്ലോ സിനിമ. താങ്ക് യു. ഇതില് കുറെ സമയത്ത് ഈ പടത്തിന്റെ അല്ലെങ്കിൽ ആ പടത്തിന്റെ എന്തെങ്കിലും ഒരു സാധനം വന്നായിരുന്നെങ്കിൽ എന്ന് പേഴ്സണലി ദിലീപേട്ടനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എനിക്ക് തോന്നി. കാരണം ദിലീപേട്ടൻ്റെ പടങ്ങൾ റിപ്പീറ്റ് അടിച്ച് കുറെ കണ്ടിട്ടുണ്ട്. അപ്പൊ ദിലീപേട്ടന് ഏതെങ്കിലും ഒരു പടം ഇതിനു മുൻപ് ചെയ്ത ഏതെങ്കിലും പടത്തിലെ ഒരു സാധനം ബബ്ബയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ വേറെ ഏതെങ്കിലും സിനിമയിൽ? ഞാൻ ധനഞ്ജയോട് പറഞ്ഞത് എൻ്റെ പഴയ സിനിമയിൽ ഒരു സാധനം കൊണ്ടുവരില്ലേ, പുതിയ എന്തെങ്കിലും കാണിക്കുന്ന പറഞ്ഞുകൊണ്ടിരുന്നില്ല. ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാനെപ്പോഴും ധനഞ്ജയോട് പറയും, അത് വേണോ, പുതിയ ഇല്ല കേട്ടോ, ഇത് ഞങ്ങളുടെ ഒരു ഇതിന് സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ വന്ന് ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഒരു റെഫറൻസ്, പിന്നെ നമ്മൾ ഇൻ്റർവെല്ലിന് പോകുന്ന ചേസ് നടക്കുമ്പോഴുള്ള റെഫറൻസുകൾ, അപ്പോൾ അതൊക്കെ റീക്രിയേറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞൊരു സ്പൂഫ് സ്വഭാവമുണ്ട് ഈ സിനിമയ്ക്ക്. ലാലേട്ടനെ കൊണ്ട് നമുക്ക് കാണാൻ ആഗ്രഹിച്ച സാധനങ്ങൾ ഇപ്പോൾ പുള്ളി പറഞ്ഞ പോലെ ഒറ്റ സിനിമയിൽ തന്നെ അതിൻ്റെ മെയിൻ സാധനങ്ങളൊക്കെ എടുത്ത് മുണ്ട് ഉരുള്ള അടി, കാല് ഇതാക്കല്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. പിന്നെ ഇതൊരു ലാലേട്ടൻ തന്നെ പറഞ്ഞ സാധനം, ഇതൊരു എന്താ പറയുക, ഒരു വെറുതെ ഹൈപ്പ് ഉണ്ടാക്കുക. എന്താ പറയുക, അതാണ് തുമ്പയ്ക്കും മണ്ണൊക്കെ ഇങ്ങനെ എയറിലേക്ക് പോകുക. സാധാരണ അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് പല സമയം എടാ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടാവോടാ നമ്മൾ ചോദിക്കും, എന്ത് മനുഷ്യന്മാരല്ലേ അത് എന്നൊക്കെ ചോദിച്ചിട്ട്. കാരണം നമ്മളിപ്പുറത്ത് വേറെ തരത്തിൽ അതിനെ എൻജോയ് ചെയ്ത് നമ്മൾ തന്നെ അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് വേറൊരു ലോകമാണ് ഇങ്ങനെ കുറേ ആൾക്കാർ. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ കുറേയൊക്കെ ഇപ്പോഴത്തെ ഒരു വേർഷനിൽ ആൾക്കാർക്ക് കൂടുതൽ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനത്തെ കരച്ചാൽ ഒരുപാട് ക്ലാരിറ്റി കൊടുക്കണ്ട. അത് ജനത്തിന് ഇപ്പം നന്നായിട്ട് മനസ്സിലാവും. ഇങ്ങനെയാണ് കണക്റ്റഡ് സിനിമ. ടോട്ടൽ കണക്ട് ചെയ്ത് വരുമ്പോൾ എല്ലാം നമ്മുടെ ആൾക്കാരാണ്, വിനീതിൻ്റെ ടീം മാത്രമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു കണക്ഷനിൽ ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കുക എന്ന് പറയുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്പൂൺ ഫീഡിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് പിന്നെ ഇപ്പം നിങ്ങൾ കണ്ട സിനിമയിലേക്ക് എത്തിയത്.
അതേപോലെ സിനിമ കണ്ട ഒരുപാട് ആളുകൾ പറയുന്നത് കന്നഡയിലും തമിഴിലും ഒക്കെ കണ്ടിട്ടുള്ള സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകൾ വന്നിട്ടുണ്ട്. മലയാളത്തിൽ എപ്പോഴും റിയലിസ്റ്റിക് ആയതുകൊണ്ട് അത്തരത്തിലുള്ള സിനിമകളൊന്നും ഇല്ല. പക്ഷേ ഇപ്പോൾ ഇനിയും പറയാം ബബ്ബബ്ബ ഉണ്ട് എന്ന് പറയാം. ആ ഒരു രീതിയിൽ സിനിമ കാണുന്നവരുണ്ട്. അപ്പോൾ ദിലീപേട്ടൻ സിനിമയിൽ വന്നിട്ട് ഇത്ര വർഷമായി. അപ്പം ബബ്ബബ്ബയിൽ നോക്കിക്കഴിഞ്ഞാൽ ടെക്നിക്കൽ സൈഡിലും ഒരുപാട് ഡിഫറൻസ് അല്ലെങ്കിൽ പുതിയ പരിപാടികൾ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടൻ അതൊക്കെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്? ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ട് എനിക്കൊന്ന് മോക്കബോട്ടിക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇന്റർവൽ ഫൈലിലൊക്കെ. അപ്പോൾ അതിനൊക്കെ ആ കാര്യങ്ങളൊക്കെ ദിലീപേട്ടൻ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്? അല്ല, ഞാനിപ്പോൾ സിനിമയിൽ വന്നിട്ട് ഏകദേശം 34 വർഷം. നമുക്ക് ഓരോ സിനിമയും അല്ലെങ്കിൽ ഓരോ ദിവസവും പാഠപുസ്തകം പോലെയാണ്. സിനിമ ഇതൊരു വലിയ കടൽ പോലെയാണ്. ഇതൊന്നും പഠിച്ചാൽ തീരുവില്ല എന്ന് പറഞ്ഞാൽ ദിവസം ദിവസം ഓരോ സംഭവങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മുമ്പിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. ഇപ്പോൾ ഇൻ്റർനെറ്റ് മറ്റുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്പം പറയുന്നു, ഇന്ന നടക്കുന്നുണ്ട്, ഇങ്ങനെ സാധനം വരുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ ചിലപ്പോൾ കുറച്ച് വൈകുമായിരിക്കും. പക്ഷെ നമ്മൾ ഇന്നും ആസ് എ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പുതിയത് കണ്ടുപിടിക്കുക. പിന്നെ പുതിയ ശരിക്കും ഞാൻ ഇവരോടൊക്കെ പറയേണ്ടത്, നമ്മളെക്കാൾ അറിവുള്ള ടെക്നീഷ്യൻസിൻ്റെ കൂടെ തന്നെയായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ അതുപോലെ നമ്മളെക്കാൾ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുമായിട്ട് നമ്മൾ സഹകരിക്കണം. അപ്പോഴാണ് നമ്മൾക്കും വളർച്ച ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്യാമറമാന്മാരാണെങ്കിലും മറ്റുള്ള എല്ലാ ടെക്നിക്കൽ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയത് എന്തെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളും അതിൻ്റെ കൂടെ പോകുമ്പോൾ നമ്മളും പതുക്കെ അതിൻ്റെ ഭാഗമാവുമല്ലേ. ഇപ്പോൾ മലവാടി ആർട്സ് ക്ലബ്ബ് ചെയ്യുമ്പോൾ വിനീതിൻ്റെ ആദ്യത്തെ സിനിമയാണ് അത് നിർമ്മിച്ചത് നമ്മൾ തന്നെ. അപ്പോൾ പുതിയതായാലും പഴയതായാലും കണ്ടന്റ് എന്ത് എന്നുള്ളതാണ്. നമ്മളിലേക്ക് പുതിയ സിനിമ അല്ലെങ്കിൽ പുതിയ കണ്ടന്റ് ആര് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പഴയതായാലും പുതിയതായാലും. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ പോകുന്നത് കണ്ടന്റിനാണ് പ്രാധാന്യം. ആർട്ടിസ്റ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പോൾ സിനിമകൾ ഓടുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്ത് കണ്ടന്റ്. നിങ്ങൾക്ക് സിനിമ ഇഷ്ടമുണ്ടോ, അതിലെ പ്രമേയം ഇഷ്ടമുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇന്ന താരം വരുന്നോണ്ട് ഈ സിനിമ ഇത്ര ദിവസം ഓടും അങ്ങനെയൊന്നും പണ്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു ഗ്യാരണ്ടി പോലെ ഉണ്ടായിരുന്നു. ഇന്ന ആർട്ടിസ്റ്റിന്റെ സിനിമ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി എന്ന്. ഇത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. സിനിമ മോശമാണ് എന്നൊരു ഫീൽ കിട്ടിയാൽ നോൺ ഷോയ്ക്കുള്ളിൽ അത് അറിഞ്ഞാൽ ആ രാത്രിക്കുള്ളിൽ ആ ഒറ്റ ദിവസത്തെ കളക്ഷനുള്ളൂ. അത് കഴിഞ്ഞ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട് ആ സിനിമ വിട്ടു. അപ്പൊ പ്രമേയത്തിനാണ് ഇപ്പോഴത്തെ വാല്യൂ കൊടുക്കുന്നത്. അത് ആരുടെ സിനിമയിലും പ്രമേയം നന്നായാൽ സിനിമ അത് ക്യാരി ചെയ്ത് സിനിമ എടുത്തുകൊണ്ട് ഓടുക എന്ന് പറയില്ല. അപ്പോൾ പുതിയ സംവിധായകർ നല്ല നല്ല സംഭവങ്ങളായിട്ട് വരട്ടെ. പഴയ സംവിധായകരുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. അവർ നല്ല സംഭവമായിട്ട് വന്നാൽ ഞാൻ അവരുടെ കൂടെ പോകും. അപ്പോൾ ഒരു വിശാലമായ മനസ്സ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഇതിനകത്ത്. നമ്മൾ മറ്റുള്ളവർക്ക് രസിക്കാവുന്ന സാധനങ്ങൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്തിട്ടുള്ളത്. ഇവർ ഈ സിനിമയ്ക്ക് വേണ്ടി മനഃപൂർവ്വം ഒരാളെ കരിവാരിത്തേക്കാനോ ഒരു കാര്യങ്ങൾക്ക് ഇവർ ശ്രമിച്ചിട്ടില്ല. അതുപോലെ ബബാബൻ ഒരുപാട് റെഫറൻസസ് വന്നു ദിലീപേട്ട ഒരുപാട് സിനിമകളിൽ. അപ്പോൾ ദിലീപേട്ടൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്തൊരു റെഫറൻസ് അല്ലെങ്കിൽ ആ ഒരു സീൻ ഏതായിരിക്കും ബബാബയിൽ ഇപ്പൊ ചെയ്തതിൽ? അല്ല അതേ പറഞ്ഞേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരുടെ ഇഷ്ടത്തിനാണ് ആ ഇത് സംഭവങ്ങളെല്ലാം ചെയ്തത്. നമ്മൾ പുതിയത് ആഗ്രഹിക്കുന്നു. ഇവരെടുത്തതിലെന്ന് വെച്ചിട്ട് ഇപ്പൊ ചഞ്ചൽ എന്ന് പറഞ്ഞിട്ട് റിയാസ് ഭായി ഒരു വണ്ടിയായിട്ട് വരുന്നു. നിങ്ങളത് അതിന്റെ വേറെ വേർഷൻ വളരെ റൺവേയിൽ കണ്ടിട്ടുള്ളതാണ്. പരമശിവം ഇടയിൽ കയറി വേറെ ആൾക്കാർക്ക് പണി കൊടുക്കാൻ മുമ്പിൽ കയറി വരുന്ന ഒരു സാധനമൊക്കെ. അപ്പൊ അതങ്ങനെ തന്നെ വേണം. അതൊക്കെ ഭയങ്കര ഓളമാണ് തിയേറ്ററിൽ ഉണ്ടാക്കിയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ വന്നിരിക്കുന്ന തലമുറ ഇതുപോലെ നമ്മൾ സ്ക്രീനിൽ അങ്ങനെ ആടി വിളയാടുന്ന ഒരു സംഭവം സ്ക്രീനിൽ കണ്ടിട്ടാ. ടി വിയിൽ കണ്ടിട്ടുണ്ടാവും. എനിക്കൊന്ന് 8-10 വർഷമായിട്ട് അല്ലേ. ഇപ്പോഴത്തെ നമ്മൾ പറയില്ലേ, ഇപ്പൊ എന്താ പറയാ, ന്യൂ ജനറേഷൻ ഒരു മെച്യൂർഡ് ഇതിലേക്ക് വരില്ലേ, ഒരു യൂത്തിലേക്ക് വരുന്ന കുട്ടികളുടെ മുമ്പിലേക്ക് നമ്മൾ അങ്ങനെ വലിയ ഒരു രീതിയിലുള്ള ഒരു കളികളായിട്ട് വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ സ്പൂഫ് ചെയ്യുമ്പോൾ നല്ല സംശയം ഉണ്ടായിരുന്നു, ഇത് ബാക്ക് ഫെയർ ചെയ്യോ ഇല്ലേന്ന് ഒന്നും അറിഞ്ഞൂടാ. അതാണ് നമ്മൾ ഇതൊരു ആഘോഷം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നെ അങ്ങോട്ട് വിട്ടേക്കുന്നത്. ദിലീപേട്ട ഫസ്റ്റ് ഹാഫ് ദിലീപേട്ട ഇൻട്രോ കഴിഞ്ഞതിന് ശേഷം ചൂട് ചായയുടെ ഗ്ലാസ് പോക്കറ്റിൽ ഇടുന്ന ഒരു സീനുണ്ട്. അതെങ്ങനെയായിരുന്നു ശരിക്ക്? ചൂടുണ്ടായിരുന്ന മൊത്തത്തിൽ ചൂടായതൊക്കെ ചൂടറിഞ്ഞില്ല. ഇല്ല, അത് ആ സമയത്ത്
ഈ ഗ്ലാസ് പിടിച്ച് ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോക്കറ്റാണ് കണ്ടത്. അതിനകത്ത് വെച്ചപ്പോൾ ഒരു ഓക്കെയൊക്കെ അങ്ങോട്ട് വിട്ടു. റിയാസ്ക 3 ഡയലോഗ് ഒരിടി തിയേറ്റർ ശരിക്കും കത്തിച്ചു. റിയാസ്ക എന്തായിരുന്നു ഇതിന് ചെയ്യാനുണ്ടായ ഒരു കാരണം? ആ ക്യാരക്ടർ പറഞ്ഞപ്പോഴുള്ള ഒരു റിയാക്ഷൻസ് ഒക്കെ ഇതിൽ ചെയ്യാനുള്ള കാര്യം ഇപ്പം നിങ്ങൾ വിഷ്വൽ കണ്ടില്ലേ, അങ്ങനെ തന്നെയാണ് ഡയറക്ടർ സാർ എന്നോട് പറഞ്ഞത്. സോ പിന്നെ ഇങ്ങനത്തെ ഒരു പടത്തിൻ്റെ ഒരു മൂഡ് അറിയാം, ഇതിൻ്റെ ഒരു വിഷ്വൽ ഇങ്ങനെ ആയിരിക്കും എന്നറിയാം, പറയാനാണ്. സോ അത് പിന്നെ അതിൻ്റെ അടുത്തിരിക്കുന്ന ദിലീപ് സാർ ദിലീപേട്ടൊരു കാരണം, ഞാൻ ഏത് പടം ദിലീപേട്ടൻ വിളിച്ചാലും ഞാൻ അവിടെ ഓടിയെത്തിയിരിക്കും. അത് പണ്ട് പോലെ അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞ ദിലീപേട്ട സൈഡാണ് റിയാസ്ക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സന്തോഷമായില്ല. ഇനി എല്ലാം ദിലീപേട്ട സൈഡിൽ കൊടുക്കും. അതിന് ഉത്തരം ഞാൻ പറയാം, ഞാൻ ആ കാറ് തരില്ല. അത് നമ്മൾ എടുത്തു വെച്ചേക്കത് സെക്കൻഡ് പാർട്ടിന് വേണ്ടേ. ദിലീപേട്ട ആ വണ്ടി ഓടൂല. ഇനി എല്ലാം ദിലീപേട്ട സൈഡിൽ കൊടുക്കും. ഞാൻ ആ വണ്ടി കൊണ്ടുപോയപ്പോൾ തന്നെ എഞ്ചിനെടുത്ത് മാറ്റി വെച്ചു. കാരണം അത് ഓടൂല എന്ന് പറഞ്ഞില്ല. ഇവരെന്ത് ചെയ്യും?